ഓർക്കാപ്പുറത്ത് നമ്മളേറെ സ്നേഹിച്ച ഒന്ന് നമ്മെ വിട്ടുപോകുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആ വിങ്ങലുണ്ടല്ലോ, അത് വാക്കുകൾക്കപ്പുറമാണ്. പ്രിയപ്പെട്ട ഒരാളാകാം, കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത ഒരു ജോലിയാകാം, അല്ലെങ്കിൽ ജീവശ്വാസം പോലെ കരുതിയ ഒരു സ്വപ്നമാകാം. ആ നിമിഷം ലോകം അവസാനിച്ചുവെന്നും ഇനി മുന്നോട്ട് ഒരടി പോലും വെക്കാൻ കഴിയില്ലെന്നും നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ഇന്ന് ഈ നിമിഷം ആ വേദനയോടെ ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലത് മാഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ചില വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് തകർച്ചയുടെ തുടക്കമല്ല, മറിച്ച് അതിലും മനോഹരമായ മറ്റൊന്നിന്റെ മനോഹരമായ തുടക്കമാണ്. നമ്മുടെ ഈ ചെറിയ ബുദ്ധികൊണ്ട് നാം കാണുന്നതല്ല ഈ പ്രപഞ്ചത്തിന്റെ സത്യം. ഒരു ശില്പി മനോഹരമായ ഒരു ശില്പം കൊത്തിയെടുക്കുമ്പോൾ ആ കല്ലിന്റെ അനാവശ്യമായ ഭാഗങ്ങൾ മാറ്റിക്കളയാറുണ്ട്. ആ കല്ലിന് ജീവനുണ്ടെങ്കിൽ ആ ഓരോ മാറ്റവും വലിയ വേദനയായിരിക്കും നൽകുന്നത്. എന്തിനാണ് എന്നെ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നത് എന്ന് ആ കല്ല് ചോദിക്കുന്നുണ്ടാകാം. പക്ഷേ ആ ശില്പിയുടെ മനസ്സിൽ ആ കല്ലിന്റെ പൂർണ്ണരൂപം നേരത്തെ തന്നെയുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവത്തിന് നിങ്ങളുടെ കാര്യത്തിലും ഒരു വലിയ പ്ലാനുള്ളത്. ഇന്ന് നിങ്ങൾ നഷ്ടമെന്ന് കരുതുന്നത് നാളെ നിങ്ങൾ നേടാൻ പോകുന്ന വലിയൊരു ഭാഗ്യത്തിനായുള്ള വഴിമാറിക്കൊടുക്കലാണ്. നമുക്കൊരു കഥ ആലോചിച്ചു നോക്കാം. ഒരു കാട്ടിൽ ഒരു ചെറിയ കിളി തന്റെ കൂടുകൂട്ടി സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം വലിയൊരു കൊടുങ്കാറ്റും മഴയും വന്നു. ആ കിളിയുടെ കൂട് തകർന്നു വീണു. ആ കിളി കരഞ്ഞു വിളിച്ചു ദൈവത്തോട് പരാതി പറഞ്ഞു, ദൈവമേ, ഈ കാട്ടിൽ എത്രയോ വലിയ മരങ്ങളുണ്ട്, എന്നിട്ടും എന്തിനാണ് എന്റെ ഈ ചെറിയ കൂട് മാത്രം നീ തകർത്തത്? എന്നാൽ ആ കിളി അറിഞ്ഞില്ല, അല്പം കഴിഞ്ഞ് ആ മരത്തിലേക്ക് വലിയൊരു പാമ്പ് ഇഴഞ്ഞുകയറുന്നുണ്ടായിരുന്നുവെന്ന്. ആ കൂട് തകർന്ന് കിളി പറന്നുപോയതുകൊണ്ട് മാത്രമാണ് അതിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള അപകടങ്ങളിൽ നിന്നും നമുക്ക് ചേരാത്ത ബന്ധങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ദൈവം കണ്ടെത്തുന്ന മാർഗമാകാം ഈ നഷ്ടങ്ങൾ. ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ, നിന്നിൽ നിന്നും എന്തുപോയോ അത് നിന്റേതായിരുന്നില്ല, നിനക്കെന്ത് കിട്ടിയോ അത് നീ എവിടെ നിന്നും കൊണ്ടുവന്നതുമല്ല. മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ്. ഇലകൾ കൊഴിയുന്നത് മരം നശിക്കാനല്ല, പുത്തൻ തളിരുകൾ വരാനാണ്. നിങ്ങൾ ഒരു ട്രെയിൻ യാത്രയിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കിറങ്ങേണ്ട സ്റ്റേഷനിലെത്തുമ്പോൾ നിങ്ങൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. അവിടെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ആ സ്റ്റേഷന് പുറത്താണ് നിങ്ങൾ കാത്തിരുന്ന പുതിയ ലോകവും പുതിയ മനുഷ്യരുമുള്ളത്. പലപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്നത് എന്താണെന്നോ, ദൈവം നമ്മുടെ കൈ പിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പഴയ ചങ്ങലകളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആ ചങ്ങലകൾ പൊട്ടുമ്പോൾ നമുക്ക് വേദനിക്കും. പക്ഷേ ആ ബന്ധനമഴിഞ്ഞാലേ നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയൂ. നിങ്ങൾ നഷ്ടപ്പെട്ട പ്രണയത്തെയോ തകർന്നുപോയ സൗഹൃദത്തെയോ ഓർത്ത് കണ്ണീർ വാർക്കുകയാണെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളുടെ ഹൃദയത്തിന് താങ്ങാൻ കഴിയുന്നതിലും വലിയ സ്നേഹം മറ്റൊരിടത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം, ലോകത്തെ മാറ്റിമറിച്ച പലരും വലിയ തകർച്ചകളിൽ നിന്നാണ് ഉയർന്നുവന്നത്. തോൽവികളിൽ നിന്ന് അവർ പഠിച്ചത് വിജയത്തേക്കാൾ വലിയ പാഠങ്ങളായിരുന്നു. നിങ്ങളുടെ കണ്ണുനീർ വെറുതെയല്ല. ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ്. നാളെ നിങ്ങൾ ചിരിക്കുമ്പോൾ ആ ചിരിക്ക് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയേക്കാൾ 100 ഇരട്ടി തിളക്കമുണ്ടാകും. വിധി എന്ന് നമ്മൾ വിളിക്കുന്ന ആ വലിയ ശക്തിക്ക് തെറ്റുപറ്റാറില്ല. ഒരു വാതിലടയുമ്പോൾ ദൈവം മറ്റൊരു വാതിൽ തുറന്നിട്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അടഞ്ഞ വാതിലിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തുറക്കപ്പെട്ട വലിയ വാതിൽ കാണാതെ പോകുന്നു. ആത്മവിശ്വാസം കൈവിടരുത്. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, ഏറ്റവും നല്ല ഒന്നിന്റെ തുടക്കം അവിടെ നിന്നാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തതയും നിസ്സഹായാവസ്ഥയും നിങ്ങളെ കൂടുതൽ കരുത്തരാക്കും. ഇരുട്ടുകൂടുമ്പോഴാണ് പ്രഭാതം അടുത്തെത്തി എന്ന് നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് പോയതിനെക്കുറിച്ച് ഓർത്ത് ഇനി വിലപിക്കരുത്. പോയത് തന്നെയാണ്. അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതായിരുന്നില്ല എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടത്, നിങ്ങളുടെ ആത്മാവിനെ തൊടാൻ കഴിയുന്നത്, നിങ്ങളെ പൂർണ്ണനാക്കാൻ കഴിയുന്നത്, അത് വഴിയിലെവിടെയോ ഉണ്ട്. അത് നിങ്ങളിലേക്ക് തന്നെ വരും. ഈ പ്രപഞ്ചം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം തിരിച്ചറിയാൻ നിങ്ങളുടെ ഉള്ളിലെ സങ്കടത്തിന്റെ മൂടുപടം ഒന്ന് മാറ്റിനോക്കൂ. വരാനിരിക്കുന്നത് വസന്തമാണ്. പൂക്കൾ വിരിയുന്നത് കാണാൻ, പക്ഷികൾ പാടുന്നത് കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നുവെക്കൂ. സങ്കടപ്പെടരുത്. കാരണം നിങ്ങൾ കരുതിയതിനേക്കാൾ വലിയൊരു അത്ഭുതം ദൈവം നിങ്ങൾക്കായി കരുതിവച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തോടെ, ആ പ്രതീക്ഷയോടെ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുക. വിജയം നിങ്ങളുടേതാണ്. സമാധാനം നിങ്ങളുടേതാണ്. മനോഹരമായ ഒരു നാളെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വരാനിരിക്കുന്ന നല്ല നാളുകൾക്കായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം.
ഒന്നിനും നിങ്ങളെ തളർത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കൂടെ ആ വലിയ ശക്തിയുണ്ട്. ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക.